52 വയസ്സുള്ള രവിച്ചേട്ടനെ ഇന്നലെ ഞാൻ കണ്ടുമുട്ടി. സ്വകാര്യ കമ്പനിയിലെ മാനേജറാണ് അദ്ദേഹം. റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഇനി ജോലി വെറും 8 വർഷം കൂടി. സമ്പാദ്യമാണെങ്കിൽ ഒന്നുമില്ല. അതിന്റെ ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ഞാനപ്പോൾ ചോദിച്ചു, ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇതുവരെ ഒന്നും തുടങ്ങാൻ സാധിച്ചില്ല. 30 വയസ്സായപ്പോഴത്തേക്ക് വീട് വച്ചു. പിന്നെ കല്യാണം, കുട്ടികൾ, അവരുടെ പഠനം, അവരുടെ കല്യാണം, അങ്ങനെ നീണ്ടു നീണ്ടു പോയി. ഓരോ പ്രാവശ്യവും വിചാരിക്കുമ്പോഴേ മാറ്റി വച്ചുകൊണ്ടേയിരുന്നു. അടുത്ത പ്രാവശ്യം ആവട്ടെ, അടുത്ത വർഷമാവട്ടെ എന്ന്. ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇനി അധിക കാലമില്ലല്ലോ എന്ന്. ഇപ്പോൾ തുടങ്ങണമെങ്കിൽ വലിയ തുക മാറ്റിവെക്കേണ്ടി വരും. അതും കിട്ടുന്ന ഇൻകത്തിൽ ഒതുങ്ങുകയുമില്ല. വയസ്സുകാലത്ത് മരുന്നിനും ഭക്ഷണത്തിനും മക്കളെ ആശ്രയിക്കേണ്ടി വരുമോ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്കയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ടൈം ഈസ് മണി എന്ന് പറയുന്നത് എത്ര സത്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, പക്ഷേ സമയം അദ്ദേഹം വിനിയോഗിച്ചില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം ചെയ്തില്ല. നമുക്കും ഈ അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണ്ടേ? വൈകിയാൽ കിട്ടുന്ന പണി അത് നമുക്ക് നാളെ നോക്കാം.